നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നോക്കാം. ആസ് യൂഷ്വൽ ഒറാക്കിൾ തന്നെയാണ്. ഓക്കെ, നാളെ ഹാൻഡ് റിട്ടൺ മെസ്സേജസ് കേട്ടോ. ഇന്നലത്തെ ലോങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരുപാട് പേരുടെ മെസ്സേജസ് എനിക്കുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സമയമുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. നോക്കട്ടെ. ദീസ് ഫീലിങ്സ് ആർ ഈറ്റിംഗ് മീ എ ലൈഫ്. ഈ ഫീലിങ്സ് അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു കേട്ടോ. ഐ ഫീൽ ലോൺലി. അവർക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഡോണ്ട് ട്രീറ്റ് മീ ദ വേ യു ഡു. ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തോ ഒരു തരം പെരുമാറ്റം അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ അവർക്കൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവും, അവരെ ഇഗ്നോർ ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നുണ്ടാവും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കാം. എന്തെങ്കിലും രീതിയിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് വല്ലാതെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. അതാണ് അവർ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അവരെ കുറച്ചുകൂടി കൺസിഡർ ചെയ്യണം. ഈ തരം ട്രീറ്റ്മെൻറ്റ് അവർ ഡിസേർവ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഐ കാൺട്ട് കം ടു യു നൗ. അവർക്ക് ഇപ്പം ഈ സമയം അവർക്ക് നിങ്ങളെ വന്ന് കാണാനുള്ള സാഹചര്യം ഇല്ല. വൈ ഡു ഐ ഫീൽ ദിസ് വേ? അവർക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ പാടെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടും മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നതുമായിട്ടും ആയിരിക്കും നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ടാവുക. അതാണ് അവർ തോന്നുന്നത്. അതെന്തോ ഒരു കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങളുടെ പെരുമാറ്റം അവർക്ക് തോന്നുന്നു. വാട്ട് ഈസ് ദ ട്രൂത്ത്? എന്താണ് സത്യം? നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോവുകയാണോ? എന്താണ് നിങ്ങളുടെ മനസ്സിൽ എന്ന് പറയൂ എന്നാണ് പറയുന്നത് അവർ കേട്ടോ. യു വർ റൈറ്റ്. എന്ത് തന്നെയായാലും നിങ്ങളുടെ ഭാഗം ശരിയാണ് എന്ന് അവർ സമ്മതിച്ച് തരാൻ റെഡിയാണ് എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങളുടെ ഭാഗമാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സമ്മതിച്ച് തരാൻ അവർ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ബൈ ലൈയിങ് ഐ ഡസ് എ പാർട്ട്. നിങ്ങളുടെ പേഴ്സൺ പറയാണ് അവരെന്തോ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. ഒരു പക്ഷേ ഫീലിങ്സ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കാണില്ല. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. ദർ വർ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് us ബീങ് ടുഗദർ. അവർ മനസ്സിലാക്കുന്നുണ്ട് പലരുടെയും ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമായിരിക്കാം നിങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായത് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ. ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. എന്ത് തന്നെയായാലും അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് തന്നെ പറയുന്നു കേട്ടോ. ഐ ഡോണ്ട് വോണ്ട് ടു ചേസ് എനി മോർ. നിങ്ങൾ അവരെ ഈ പറഞ്ഞ പോലെ ഇഗ്നോർ ചെയ്യുകയോ ഒന്ന് ബ്ലോക്കാക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കൊരു മടുപ്പ് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചേസ് ചെയ്യുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരൂ എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായില്ലേ? യു ബി ദ ചേസർ, ഐ വോണ്ട് ചേസ് എനി മോർ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ.